സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചോക്ലേറ്റിനെ കുറിച്ചല്ല കേട്ടോ. അതിൻ്റെ ആത്മാവ് തന്നെയാണ് കൊക്കോ. അത്രയും മനോഹരമായൊരു പ്രകൃതി വരദാനം തന്നെയാണ് കൊക്കോ. ഇന്ന് പലർക്കുമുള്ള പ്രധാന പ്രശ്നം എന്താണ്? അത് ഉയർന്ന രക്തസമ്മർദ്ദം, ജീവിതശൈലിയും മാനസിക സമ്മർദ്ദവും തെറ്റായ ഭക്ഷണ രീതികളും ചേർന്നപ്പോൾ നമ്മുടെ രക്തക്കുഴലുകൾ കട്ടിയാകുന്നു, രക്തയോട്ടം തടസ്സപ്പെടുന്നു. എന്നാൽ ഇവിടെയാണ് കൊക്കോയിലെ ഫ്ലേവനോയ്ഡുകൾ നമുക്ക് രക്ഷകനാകുന്നത്. ഫ്ലേവനോയ്ഡുകളുടെ അത്ഭുതം. കൊക്കോയിൽ ധാരാളം ഫ്ലേവനോയ്ഡുകൾ അടങ്ങിയിരിക്കുന്നു. ഇവ ശക്തമായ ആൻറ്റി ഓക്സിഡന്റുകളാണ്. ഫ്ലേവനോയ്ഡുകൾ രക്തക്കുഴലുകളുടെ ഉള്ളിലെ പാളി സജീവമാക്കുന്നു. ഇതിലൂടെ നൈട്രിക് ഓക്സൈഡ് എന്ന സംയുക്ത ഉൽപ്പാദനം വർദ്ധിക്കുന്നു. നൈട്രിക് ഓക്സൈഡുകൾ എന്തു ചെയ്യും? അത് രക്തക്കുഴലുകളെ ശമിപ്പിക്കുകയും വിശാലമാക്കുകയും ചെയ്യുന്നു. അതുവഴി രക്തയോട്ടം സുഗമമാക്കുന്നു. ഇത് രക്തസമ്മർദ്ദം കുറയുവാൻ സഹായിക്കുന്നു. സ്ഥിരമായി ശുദ്ധമായ കൊക്കോ ഉപയോഗിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് വളരെ ഗുണകരമാണെന്ന് പല പഠനങ്ങളിലും സൂചിപ്പിക്കുന്നു. പൊട്ടാസ്യത്തിൻ്റെ പ്രാധാന്യം. കൊക്കോയിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം പൊട്ടാസ്യമാണ്. പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തുന്നു. അതിനാൽ ഹൃദയമിടിപ്പ് ശരിയായ രീതിയിൽ നടത്താൻ ഇത് അനിവാര്യമാണ്. പൊട്ടാസ്യം സോഡിയത്തിൻ്റെ പ്രതികൂല ഫലങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. അതായത് ശരീരത്തിൽ അധികമായ ഉപ്പ് മൂലമുണ്ടാകുന്ന രക്തസമ്മർദ്ദ വർധന കുറയ്ക്കുവാൻ പൊട്ടാസ്യം സഹായകരമാണ്. ഹൃദയം ഒരു പമ്പ് പോലെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ പ്രവർത്തനം സുതാര്യമായി നടക്കുവാൻ അനിവാര്യമായ അല്ലെങ്കിൽ അത്യാവശ്യമായ മിനറലുകളിൽ ഒന്നാണ് പൊട്ടാസ്യം. കൊക്കോ ഇത് നമുക്ക് പ്രകൃതിദത്തമായി നൽകുന്നു. മനസ്സിനും ശരീരത്തിനും ഊർജ്ജം നൽകുന്നു. ഇത് കൊക്കോയിലെ മാഗ്നീഷ്യം, ഇരുമ്പ് തുടങ്ങിയ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെ ഊർജ്ജോൽപാദനത്തിന് സഹായിക്കുന്നു. കൂടാതെ കൊക്കോയിലെ ചില ഘടകങ്ങൾ സെറോട്ടോണിൻ, ഡോപ്പമിൻ പോലുള്ള ഫീൽ ഗുഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു. അതിനാൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നു. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം. പഞ്ചസാരയും കൊഴുപ്പും കൂടുതലുള്ള മിൽക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമല്ല. 70% അല്ലെങ്കിൽ അതിലധികം കൊക്കോയുള്ള ഡാർക്ക് ചോക്ലേറ്റ് തിരഞ്ഞെടുക്കുക. മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കുക. അതാണ് ആരോഗ്യത്തിൻ്റെ രഹസ്യം. സുഹൃത്തുക്കളെ, കൊക്കോ ഒരു സാധാരണ ഭക്ഷ്യവസ്തുവല്ല. അത് പ്രകൃതിയുടെ ഒരു ഔഷധ സമാനമായ ഒരു ഉൽപ്പന്നമാണ്. ശരിയായ രീതിയിൽ മിതമായ അളവിൽ ഉപയോഗിച്ചാൽ ഹൃദയ ആരോഗ്യത്തിനും രക്തയോട്ടത്തിനും വലിയ പിന്തുണ നൽകാൻ ഇത് കഴിയും. അതിനാൽ ഇനി ചോക്ലേറ്റ് കഴിക്കുമ്പോൾ കുറ്റബോധം വേണ്ട, പക്ഷേ ബോധത്തോടു കൂടിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആരോഗ്യവും ആസ്വാദനവും ഒന്നിച്ച് നേടാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.